Hi friends, welcome back to Wishbees. ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ വേളി ടൂറിസ്റ്റ് വില്ലേജിന്റെ പുതുപുത്തൻ കാഴ്ചകളിലേക്കാണ്. ലോക്ക്ഡൌണിന് ശേഷം ഡിസംബർ 1 മുതലാണ് നവീകരിച്ച വേളി ടൂറിസ്റ്റ് വില്ലേജ് സഞ്ചാരികൾക്കായി ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. പെർ ഹെഡ് 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. വളരെ മനോഹരമായ ഉദ്യാനങ്ങളാൽ അലങ്കൃതമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. ആദ്യമായി നമുക്കിവിടെ പുതുതായി എത്തിയ ഒരു അതിഥിയെ പരിചയപ്പെടാം. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ ഹൈലൈറ്റ്സും മിന്നും താരവുമാണ് ഈ അതിഥി. ഒരു കുഞ്ഞൻ തീവണ്ടി. അപ്പോൾ എൻ്റെ ഈ പുറകെ കാണുന്നതാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിലെ ഇപ്പോഴത്തെ ഹൈലൈറ്റ്സ് ആയ മിനിയേച്ചർ ട്രെയിന്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് പഴയകാല ആവി എഞ്ചിൻ മാതൃകയിലാണ്. പണ്ടത്തെ സിനിമകളിലൊക്കെ ഇത്തരം ട്രെയിനുകളെ കാണാൻ കഴിയും. ഇതിന് 3 ബോഗികളാണുള്ളത്. 48 യാത്രക്കാർക്കും 2 ഓപ്പറേറ്റർമാരുമടക്കം 50 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും. വേളിയിലെ ഈ ട്രെയിൻ സോളാർ എനർജിയുടെയും ബാറ്ററിയുടെയും സപ്പോർട്ടോടെയാണ് ഓടുന്നത്. രാജ്യത്തെ ആദ്യത്തെ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടൂറിസം ട്രെയിൻ എന്ന പ്രത്യേകതയും ഈ മിനിയേച്ചർ ട്രെയിനിനുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ 1.6 കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ ഓടിയെത്തുന്ന ദൂരം. ഒരു ട്രിപ്പിൽ ചെറിയ 3 ബ്രിഡ്ജ്, വലിയ ഒരു ബ്രിഡ്ജ്, ഒരു ചെറിയ ടണൽ, നോർമൽ ട്രെയിൻ പോലെയുള്ള സിഗ്നൽ സിസ്റ്റം, 2 റെയിൽവേ സ്റ്റേഷൻ എന്നിവയാണ് ഈ ട്രെയിൻ യാത്രയിലെ പ്രത്യേകതകൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ചാർജ് കുട്ടികൾക്ക് 30 രൂപയും മുതിർന്നവർക്ക് 50 രൂപയുമാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 7 മണി വരെയാണ് ഈ മിനിയേച്ചർ ട്രെയിനിൻ്റെ പ്രവർത്തന സമയം. അൺഫോർച്ചുനേറ്റ്ലി ഇന്നെനിക്ക് ഇതിൽ യാത്ര ചെയ്യാൻ സാധിച്ചില്ല. കാരണം ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് ട്രെയിൻ സർവീസ് അവൈലബിൾ അല്ല. ഇനി നമുക്ക് വേളി ടൂറിസ്റ്റ് വില്ലേജിലെ മറ്റു കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ കാണുന്ന ശില്പങ്ങളെല്ലാം തന്നെ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പങ്ങളാണ്. വളരെ മനോഹരമാണ് ഈ ശില്പങ്ങൾ കാണാൻ. ഈ കാണുന്നത് ലാൻഡ്സ്കേപ്പിങ്ങിൽ തീർത്ത ഒരു സ്ത്രീ രൂപമാണ്. വളരെ കൗതുകമുണർത്തുന്ന ഒരു ശില്പമാണിത്. ഇവിടെ പെഡൽ ബോട്ടിംഗ് സൗകര്യമുണ്ട്. ഈ കാണുന്ന ചെറിയ തടാകത്തിൽ പെഡൽ ബോട്ടിംഗ് നടത്താം.
കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഇവിടെ പല ഭാഗങ്ങളിലായി കാനായി കുഞ്ഞിരാമൻ്റെ അതിമനോഹരമായ ശില്പങ്ങൾ കാണാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായ ശില്പങ്ങളാണ് ഇവയെല്ലാം തന്നെ. വളരെ മനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വളരെ വലിയ മേക്ക് ഓവറാണ് ഈ ലോക്ക്ഡൗണിന് ശേഷം വേളി തുറന്നപ്പോൾ കാണാൻ സാധിച്ചത്. ഏകദേശം 60 കോടി രൂപയുടെ പദ്ധതികളാണ് സർക്കാർ ഇവിടെ നടപ്പാക്കുന്നത്. ഇത് KTDCയുടെ സ്നാക്ക് ബാർ ആണ്. ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്നാക്സ് തുടങ്ങിയവയെല്ലാം അവൈലബിൾ ആണ്. ഇതാണ് വേളി കായൽ. വളരെ മനോഹരമായൊരു ദൃശ്യഭംഗിയാണ് പ്രകൃതി ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി. ഇവിടെ കായൽ സഫാരി സാധ്യമാണ്. ഇവിടെ നിന്നും ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആക്കുളം കായൽ വരെ പോയി കായലിൻ്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് മടങ്ങാം. കായലിൻ്റെ ഭംഗി അടുത്തറിയാൻ ഈ ബോട്ടിങ്ങിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്പീഡ് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. ഇതാണ് വേളിയിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ നിർമ്മാണ രീതി. ഈ അടുത്തിടെയായി ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. കേരള ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഏകദേശം 75 ലക്ഷം രൂപ ചെലവഴിച്ച് ഇത് നവീകരിച്ചതാണ്. ഏകദേശം 13 വർഷം മുൻപാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് വേളിയിൽ ആരംഭിച്ചത്. ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഫ്ലോട്ടില എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. വളരെ മനോഹരമായ ഇൻറ്റീരിയറാണ് ഇതിനുള്ളത്. ഭക്ഷണത്തോടൊപ്പം നമുക്കിവിടെ കായൽ ഭംഗിയും ആവോളം ആസ്വദിക്കാവുന്നതാണ്.
മറ്റൊരു ഹൈലൈറ്റ്സ് ഇവിടെയുള്ള പൊഴിക്കരയാണ്. കായലും കടലും ഒന്നിച്ചു ചേരുന്ന അതിമനോഹരമായ കാഴ്ചയും നമുക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാവുന്നതാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ നടപ്പാത വഴിയാണ് പോകേണ്ടത്. മിനിയേച്ചർ ട്രെയിനിൽ കയറിയാൽ പൊഴിക്കരയിൽ പോകുന്നവർക്കായി ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പും അവിടെയുണ്ട്. ഇതാണ് വേളിയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ലേക്കിന് കുറുകെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴിയാണ് പൊഴിമുഖത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ സൈഡിലായി കാണുന്ന ഈ ബ്രിഡ്ജ് മിനിയേച്ചർ ട്രെയിനിൻ്റെ റെയിൽ പാളമാണ്. ഈ കാണുന്നത് നവീകരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഫുഡ് സ്റ്റാളുകളാണ്. ഇത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ HPT-32 ദീപക് എന്ന ഒരു ഇന്ത്യൻ നിർമ്മിത പ്രാഥമിക പരിശീലന വിമാനമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് HPT-32ൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. 1977 നിർമ്മിതമായ ഈ വിമാനം 2009 സർവീസിൽ നിന്നും ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടതാണ്. ഇതുവഴിയാണ് നമ്മൾ പൊഴിമുഖത്തേക്ക് പ്രവേശിക്കുന്നത്. ഇരുവശങ്ങളിലും പലതരത്തിലുള്ള ഗെയിം പാർക്കുകൾ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നതെന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞറിവുണ്ട്. ഈ കാണുന്നതാണ് പൊഴി. കടലും കായലുമായി ഒന്നിച്ചു ചേരുന്ന പൊഴി വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഭാഗമാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ശംഖുമുഖം കടൽ തീരം വേളിയുടെ അടുത്താണ്. എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരത്തെ ഏറ്റവും ഭംഗിയുള്ള ബീച്ചുകളിലൊന്നാണ് വേളി ബീച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അപ്ഡേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എ ഷോർട്ട് ബ്രേക്ക്.